നമസ്കാരം. ഞാൻ തെങ്കര സുബ്രഹ്മണ്യൻ ജ്യോത്സ്യൻ. വ്യാഴം ആണ് ലോകത്തിലെ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നത്. വ്യാഴത്തിൻ്റെ ബലാബലങ്ങൾക്കനുസരിച്ച് ലോകത്തിലെ സമ്പദ് വ്യവസ്ഥ വ്യാഴത്തെ കൊണ്ടാണ് സ്വർണം, പണം ചിന്തിക്കുക. ഇന്ന് വ്യാഴം നിൽക്കുന്ന മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുന്ന കാലമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ നിയന്ത്രിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ്. ഈ സമ്പദ് വ്യവസ്ഥയുടെ വ്യതിയാനങ്ങളാണ് ലോകത്ത് ഇന്ന് ഉണ്ടാകുന്ന അരാജകത്വം. അപ്പോൾ ആ അരാജകത്വം ഉണ്ടാവാൻ കാരണം വ്യാഴത്തിലെ മാറ്റങ്ങൾ സമ്പത്തിന് വേണ്ടി കലികാലത്തിൽ പിടിയും വലിയും ഉണ്ടാവുമ്പോൾ സാമ്പത്തിക കാര്യങ്ങൾക്ക് ലോകത്തിൻ്റെ നിലനിൽപ്പിന് സമ്പത്ത് ആവശ്യമാണ്. അപ്പോൾ ഇന്നത്തെ കലികാലത്ത് നേർവഴിക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ വളരെ പ്രയാസം ആണ് ഇന്ന് കാണപ്പെടുന്നത്. അപ്പം അതിനെ അക്രമാസക്തമായിട്ട് ലോകത്ത് ഓരോ കാര്യങ്ങൾ ഉടലെടുക്കും. ഇന്ന് ലോകം നിയന്ത്രിക്കുന്നത് സ്വർണത്തിൽ, എണ്ണ, പിന്നെ വൈദ്യുതി, ഇതൊക്കെയാണ് മുഖ്യ വിഷയങ്ങൾ. അപ്പോൾ സ്വർണത്തിൻ്റെ മൂല്യം വർദ്ധിച്ചുകൊണ്ടേ വരുന്നു. അതായത് വ്യാഴം ഉച്ചസ്ഥിതിയിലേക്ക് പോകുന്നിടത്തോളം സ്വർണത്തിൻ്റെ മൂല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സ്വർണത്തിൻ്റെ മൂല്യം വർദ്ധിക്കുന്നിടത്തോളം കാലം അതിന് സ്വർണത്തിനോട് അനുപാതമായി വരുന്ന എല്ലാ കാര്യങ്ങളും, അപ്പോൾ ലോകത്ത് നിന്ന് ഇതിൽ ഡോളറിന് മൂല്യം വർദ്ധിക്കാൻ കാരണം സ്വർണത്തിൻ്റെ വിലയിലുള്ള വ്യത്യാസം കാരണം ഡോളറിൻ്റെ മൂല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഡോളറിൻ്റെ മൂല്യം വർദ്ധിച്ചിടത്തോളം ലോകത്തിലെ എണ്ണ, ലോകത്ത് ഭൂമിയിൽ നിന്ന് ഏറ്റവും കിട്ടുന്ന രണ്ടാമത്തെ വസ്തുവാണ് സ്വർണം കഴിഞ്ഞു കഴിഞ്ഞാൽ എണ്ണ. എണ്ണ ഭൂമിയിൽ നിന്ന് കിടക്കുന്ന സാധനമാണ്. ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഓരോ വസ്തുക്കൾക്കും മൂല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വ്യാഴം കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഈ വ്യാഴം കർക്കിടക രാശിയിൽ പ്രവേശിക്കുന്ന അനുബന്ധമായി ലോകത്ത് അരാജകത്വവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് മാർച്ച് മാസത്തോടു കൂടി ചന്ദ്രഗ്രഹണവും വരുന്നു. ലോകത്തിലെ ഈ മാറ്റം വലിയ സമ്പദ് വ്യവസ്ഥയുള്ള ആളുകൾ, രാജ്യങ്ങൾ തമ്മിൽ സമ്പത്ത് വർദ്ധിക്കാൻ വേണ്ടി യുക്തി ബോധത്തോടു കൂടി മറ്റുള്ളവരുടെ സമ്പദ് വ്യവസ്ഥ പിടിച്ചടക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ലോകത്ത് അരാജകത്വം സൃഷ്ടിക്കും. ഈ അരാജകത്വം സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് വ്യാഴമാറ്റം. അപ്പോൾ ജൂൺ 2 ഈ വ്യാഴമാറ്റവും ശുക്രൻ്റെ ദൃഷ്ടിയും ലോകത്തിലെ ഈ മാർച്ചിൻ്റെ ഉള്ളിൽ അരാജകത്വവും യുദ്ധപ്രതീതമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ലോകത്തിലെ സമ്പദ് വ്യവസ്ഥയിലെ വലിയ വ്യത്യാസവും വരാൻ പോകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ജൂൺ 2 ലോകത്തെ യുദ്ധപ്രധാനമായിട്ടുള്ള സംഭവ വികാസങ്ങൾ നടക്കാൻ യോഗം കാണുന്നുകൊണ്ട് പ്രത്യേകം സമ്പദ്ഘടന വലുതായ രാജ്യങ്ങൾ, അതായത് അമേരിക്ക, റഷ്യ, ചൈന, അതിനോടനുബന്ധമായിട്ട് ഇന്ത്യയും പരസ്പരം അരാജകത്തിൻ്റെ ഭീതിയിൽ പോവുകയും ഇവർ തമ്മിൽ ഒത്തുകൂടി പരസ്പരം യുദ്ധത്തിന് സമാനമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ജൂൺ 2 വരെയുള്ള കാലഘട്ടം. അതായത് ഇതിൻ്റെ മധ്യകാലഘട്ടം ഒരു യുദ്ധപ്രതീതമായിട്ടുള്ള ഉണ്ടാവും. ഇതേപോലെ തന്നെ എല്ലാ രാജ്യങ്ങളിലും ക്രമസമാധാന നില തകരുകയും അത് നിമിത്തം ബുദ്ധിമുട്ടുകളും അലട്ടാൻ സാധ്യത കൂടുതലാണ്. ഇത്തരം സംഭവ വികാസങ്ങൾ ഉടലെടുക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് പൗരാണികമായിട്ട് യാഗങ്ങൾ നടത്താറുണ്ട്. അതിനോടനുബന്ധിച്ച് ഇപ്പോൾ നമ്മളുടെ രാജ്യമായ ഇന്ത്യക്ക് അത് ബാധിക്കാതിരിക്കാൻ
നമ്മുടെ പുണ്യഭൂമിയായ ഇന്ത്യയിൽ വേദങ്ങൾ 4 വേദങ്ങളുടെ യാഗങ്ങൾ തുടങ്ങുന്നതും ആ അന്തരീക്ഷം നമുക്ക് നല്ല പുണ്യഭൂമിയാക്കി നമ്മുടെ രാജ്യത്തെ സുരക്ഷിതമാക്കാൻ അത് സഹായിക്കുന്നതാണ്. അതിന് ഇവിടെയുള്ള വേദപണ്ഡിതന്മാർ എല്ലാവരും ചേർന്ന് അതിനു വേണ്ട കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി നമ്മളെ ആ ബുദ്ധിമുട്ടിന്ന് രക്ഷിക്കാൻ വേണ്ടി, ഭഗവാനെ അഭിപ്രേമിപ്പിക്കാൻ വേണ്ടി 4 വേദങ്ങൾ, വേദാചാര്യന്മാർ ചേർന്ന് യാഗങ്ങൾ തുടങ്ങുന്നത് ലോക നന്മയ്ക്ക് ഉപകരിക്കുന്നതാണ്. എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാ അരാജകത്വം തീർന്ന് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ നല്ല രീതിയിൽ ഉന്നതി എത്താൻ ഈ വ്യാഴമാറ്റം ഗുണം ചെയ്യും. ആ വ്യാഴമാറ്റത്തിൽ അനീതിയും അധർമ്മവുമായിരിക്കുന്ന രാജ്യങ്ങൾ നശിക്കുകയും ധർമ്മം കൊടിയായി പിടിക്കുന്ന രാജ്യങ്ങൾക്ക് ഉന്നതിയും ഉണ്ടാവുന്നതാണ്. അതായത് ഇന്ത്യക്ക് ധർമ്മം മുന്നോട്ട് പോകാൻ സാധ്യത ഉള്ളതാൽ ഇന്ത്യ മഹാരാജ്യം നല്ലൊരു സമ്പദ് വ്യവസ്ഥയ്ക്ക് മുൻതൂക്കം വരാനും അതിന് വിപരീതമായിട്ടുള്ള രാജ്യങ്ങൾക്ക് സമ്പദ് വ്യവസ്ഥ തകരാനും സാധ്യത കാണുന്നുണ്ട്. എന്തായാലും ലോകത്ത് ക്രമസമാധാനം ഉണ്ടാവാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. നമസ്കാരം.